എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 97ാമത്തെ ആണ്. ഇതിൽ നമ്മൾ ഈ ചിത് ശക്തി വിലാസ് എന്നുള്ള ബുക്കിൻ്റെ 7ാമത്തെയും 8ാമത്തെയും ചാപ്റ്റേഴ്സ് ഒന്നിച്ച് അങ്ങ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ഓൺ ദ ഗുരു. അതാണ് ആ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ. ഈ മെഡിറ്റേഷൻ ഓൺ ദ ഗുരു എന്ന് പറയുന്നത് ഭഗവാൻ മുക്താനന്ദയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ അദ്ദേഹം മൊത്ത സമയവും അദ്ദേഹത്തിൻ്റെ ഗുരുവിനെയാണ് മെഡിറ്റേറ്റ് ചെയ്തത്. ഗുരുവിൻ്റെ പുറത്ത് അത്രയ്ക്ക് അളവ് കടന്ന ഭക്തിയാണ്. അപ്പം ഭഗവാൻ നിത്യാനന്ദയുടെ രൂപത്തിനെയും അദ്ദേഹം പറഞ്ഞു കൊടുത്ത മന്ത്രത്തിനെയൊക്കെയാണ് സ്വാമി മുക്താനന്ദ സദാസർവകാലവും മെഡിറ്റേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചാപ്റ്റർ തന്നെ എഴുതിയത്. അപ്പം മെഡിറ്റേഷൻ ഓൺ ദ ഗുരു. നമുക്ക് ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പം നമുക്ക് പുതിയ പുതിയ അറിവുകളാണ് കിട്ടുന്നത്. ഇതിൽ പറയുന്നത് ഈ 1 പോയിൻറ്റഡ് മെഡിറ്റേഷൻ, 1 പോയിൻറ്റഡ് അറ്റൻഷൻ ആണല്ലോ പറയുന്നത്. അത് 1 പോയിൻറ്റഡ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒന്നിനെ, അത് ഗുരുവാകാം, ഗുരുവിൻ്റെ പാദതൂളികയാകാം, അല്ലെങ്കിൽ ശിവനാകാം, ശക്തിയാകാം, സൂര്യനാകാം, ചന്ദ്രനാകാം, ഒരു മെഴുകുവർത്തിയുടെ ജ്വാലയാകാം, ഏതെങ്കിലും ഒന്നാകാം, മന്ത്രമാകാം, എന്തെങ്കിലും ആകട്ടെ, ഏതെങ്കിലും ഒന്നിൽ. അങ്ങനെയാണ്. അങ്ങനെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇന്നതാന്നല്ല, ഏതെങ്കിലും ഒന്നിൽ നമ്മുടെ മനസ്സ് ലയിച്ചിരിക്കണം. അങ്ങനെ ലയിച്ചിരുന്നാണ് പിന്നെ 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 നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവിലോട്ട് ലയിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, അതൊക്കെയാണ് ഈ സമാധി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ 1 പോയിൻറ്റഡ് മെഡിറ്റേഷൻ ഓൺ യുവർ ഫേവറിറ്റ് സബ്ജക്റ്റ്. സോ ഓൺ യുവർ ഫേവറിറ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു വിഷയം, ഒരു മന്ത്രം. അത് ഓബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു സാധനം. അതൊരു റോസാകാം, ഏതെങ്കിലും ഒരു പൂവാകാം. പക്ഷേ ദിവസം അതിനെ തന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. അല്ലാതെ മാറി മാറി ഇന്ന് ഒരു റോസ്, നാളെ ഒരു ചെമ്പരത്തി, മറ്റന്നാൾ ഒരു വേറെ ഒരു പൂവാണ്, അങ്ങനെയല്ല. ഒരേ കാര്യത്തിനെ ദിവസവും വിചാരിച്ച് തിരിച്ചും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പം 1 പോയിൻറ്റഡ് മെഡിറ്റേഷൻ ഓൺ യുവർ ഫേവറിറ്റ് ഓബ്ജക്റ്റ് ഓർ സബ്ജക്റ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് സിദ്ധയോഗ. അപ്പോൾ സിദ്ധയോഗ എന്ന് പറയുന്നതിൽ ഈ മെഡിറ്റേഷനാണ് അവർ പറയുന്നത്. അതേസമയത്ത് ആനാപാനസതിയിൽ എന്തുവാ, ബാക്കി എല്ലാത്തിനെയും കളഞ്ഞിട്ട് ശ്വാസത്തിനെ മാത്രം 1 പോയിൻറ്റഡ് അറ്റൻഷനിൽ നിർത്തുക. അതായത് നമ്മൾ ശ്വാസത്തിനെ വേഗമായിട്ടോ കുറച്ചോ നീട്ടിയോ ഒന്നും ചെയ്യരുത്. അത് നാച്ചുറലായിട്ട് നടക്കുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെ. അപ്പം ഇദ്ദേഹം എന്തോ പറയുന്നത്, സ്വാമി മുക്താനന്ദ എന്തോ പറയുന്നത്, ആസ് യൂഷ്വൽ 3 മണിക്ക് എണ്ണിക്കുക. സൂര്യ ഉദയത്തിന് മുൻപേ എണ്ണിച്ച് കുളിച്ച് ഒരേ സ്ഥലത്ത് ദിവസവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരേ ദിശ നോക്കിയിരിക്കണം. ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെ വിചാരിക്കുക. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, നമ്മുടെ കണ്ണടച്ച് നമ്മുടെ ശ്വാസത്തിനെ മാത്രം നിരീക്ഷിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പം വീണ്ടും ഞാൻ ഇതിനെ പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ആവർത്തിക്കുന്നത്. അത് മെഡിറ്റേഷനിൽ ആദ്യം നമ്മൾ മനസ്സിനെയാണ് ഉപയോഗിക്കുന്നത്. ഈ പോയിൻ്റ് എല്ലാവരും നല്ലപോലെ മനസ്സിലാക്കണം. നമ്മൾ മെഡിറ്റേഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്തുവാ, മനസ്സിൽ ഒരു വിഷയവും വരാതിരിക്കണം, ഒരു ചിന്തയും വരാതിരിക്കണം. നോ തോട്ട് സ്റ്റേറ്റാണ് കൊണ്ടുവരേണ്ടത്. പക്ഷേ അതിനെന്ന് വിചാരിച്ച് മനസ്സിനെ നമ്മൾ അറിവേ മാറ്റിക്കളയാനല്ല, കംപ്ലീറ്റായിട്ട് മാറ്റാൻ ഒക്കത്തുമില്ല. ആര് വിചാരിച്ചാലും അത് മാറ്റാൻ ഒക്കത്തില്ല. എന്നുവെച്ചാൽ അത് നമ്മുടെ ജീവൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, നമ്മുടെ ദേഹത്തും നമ്മുടെ മനസ്സിൻ്റെയും ഒരു ഭാഗമാണത് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ആ മനസ്സ്. ഓക്കെ, അപ്പോൾ മനസ്സിനെ നമുക്ക് വെട്ടിയെറിഞ്ഞ് കളയാനൊക്കത്തില്ല. അപ്പോൾ ആ മനസ്സിനെ എങ്ങനെ ശാന്തപ്പെടുത്തണമെന്ന് വെച്ചാൽ ആദ്യം മനസ്സിനെ തന്നെ ഉപയോഗിക്കുക. അതാണ് ഇവിടുത്തെ പോയിൻറ്റ്. ഓക്കെ, അപ്പം ഇപ്പോൾ ചോദിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓബ്ജക്റ്റ്, ഒരു പൂ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ഫോട്ടോ എടുക്കുന്നു,
അല്ലെങ്കിൽ ശിവൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ ശിവലിംഗത്തിനെ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ശ്രീചക്രത്തിനെ കണ്ട് മനസ്സിൽ കൊണ്ടുവന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പം അല്ലെങ്കിൽ മന്ത്രം പറയുന്നു. ഈ മന്ത്രമൊക്കെ ചൊല്ലുമ്പോഴേ നമുക്ക് മനസ്സിരുത്തി വേണം മന്ത്രം ചൊല്ലാൻ. അപ്പം നമ്മളവിടെ മനസ്സിനെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെ മനസ്സിനെ ആദ്യം ഉപയോഗിച്ച് മനസ്സിനെ ഒരു പോയിന്റിൽ കുവിച്ച് കൊണ്ടുവന്ന് പതുക്കെ മനസ്സിനെ ശാന്തപ്പെടുത്തുക. അതായത് ബീറ്റ ലെവലിൽ നിന്ന് ആൽഫ ലെവലിൽ കൊണ്ടുവരിക. അതാണ് മെഡിറ്റേഷൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിൽ തോന്നരുത്, ഒരു സംശയം വരാതിരിക്കാനാണ് ഇത്രയും ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ശരി ശ്വാസത്തിനെ നിരീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു പൂവിനെ നോക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ണടച്ച് അതിനെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ഉള്ളപ്പം നമ്മുടെ മനസ്സുകൊണ്ടാണല്ലോ ഈ മന്ത്രം ജപിക്കുന്നത്, അല്ലെങ്കിൽ ഈ മനസ്സുകൊണ്ടാണല്ലോ ഈ സാധനത്തിനെയൊക്കെ നോക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ മനസ്സിനെ നിങ്ങൾ ശാന്തപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ആദ്യം ഈ മനസ്സുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, മെഡിറ്റേഷൻ തുടങ്ങേണ്ടത്. പിന്നെ ആ മനസ്സ് തന്നെ അങ്ങ് അടങ്ങി നിശ്ചലനമായിട്ട് ആകും. അതാണ് മെഡിറ്റേഷൻ്റെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ പിന്നെ പതഞ്ജലി സൂത്രത്തിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട് മുക്താനന്ദ. എനിക്കത് സാൻസ്ക്രിറ്റ് ആയതുകൊണ്ട് ശരിക്കും പറയാൻ അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സാൻസ്ക്രിറ്റ് അറിയാമെങ്കിൽ അത് കുറച്ചും കൂടെ അത് തെളിവാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റ് എഴുതാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് വിത്തരാഗ വിഷയം വ ചിത്തം എന്നാണ് പതഞ്ജലി സൂത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അത് സാൻസ്ക്രിറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്തുവാന്ന് വെച്ചാൽ let the mind be focused on one who has risen above passion and attachment. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇതിനെ മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ആര് ഈ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് വിടുപെട്ട്, അറ്റാച്ച്മെൻ്റ് എന്ന് വെച്ചാൽ ഈ ബന്ധങ്ങളിൽ നിന്നൊക്കെ മാനസികമായിട്ട് വിടുപെട്ട് നിൽക്കുന്നോ, ഈ പാഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അപ്പം അങ്ങനെയൊക്കെ ഒന്നിൻ്റെ കൂടെയും നമുക്ക് അറ്റാച്ച്മെൻറ്റ് പാടില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് വാട്ട് ഈസ് യുവർ പാഷൻ എന്ന് ചോദിച്ചാൽ ടീച്ചിങ് ഈസ് മൈ പാഷൻ. അർദ്ധരാത്രിയിൽ ഉണർത്തി ഏതെങ്കിലും ഒന്ന് പഠിപ്പിയിരുന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണ്. അപ്പം അത് ടീച്ചിങ് ഈസ് മൈ പാഷൻ. ചിലർക്ക് തുന്നലായിരിക്കും, ചിലർക്ക് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ പാഷൻ എന്ന് പറയുന്നത് ഒരു അറ്റാച്ച്മെൻറ്റാണ്. അത് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ ആരുണ്ടോ ആ ആളിനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലത് എന്നാണ് പതഞ്ജലി സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം മുക്താനന്ദ എന്തുവാ പറയുന്നത്, അങ്ങനത്തെ ഒരാൾ നമുക്കിപ്പോൾ റോഡിൽ പോകുന്നവരെയോ നമ്മുടെ കുടുംബത്തിലുള്ളവരെയോ ആരെയും അങ്ങനെ നമുക്ക് എടുക്കാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും ബന്ധങ്ങളും അറ്റാച്ച്മെൻറ്റും എല്ലാം ഉള്ളതാണ്. അപ്പം നിങ്ങൾ ഒരു സിദ്ധനെ, ഒരു ഗുരുവിനെ നിങ്ങൾ ആരെ ഗുരുവായിട്ട് സ്വീകരിച്ചോ ആ സിദ്ധനെ വിചാരിച്ച് മെഡിറ്റേറ്റ് ചെയ്. അതാണ് അദ്ദേഹം പറയുന്നത്. സോ യു ക്യാൻ മെഡിറ്റേറ്റ് ഓൺ യുവർ ഗുരു. എന്ന് വെച്ചാൽ ഗുരു എന്ന് പറയുന്നത് ഒരു സിദ്ധനാണ്. ഈ സിദ്ധന്മാർക്ക് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാളിനെ വേണം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ എന്നാണ് പതഞ്ജലി സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുക്താനന്ദ പറയുന്നത് നിങ്ങളുടെ ഗുരുവിനെ നോക്കി വിചാരിച്ച് മെഡിറ്റേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ മുക്താനന്ദ മൊത്തം ഫുൾ ആൻഡ് ഫുൾ അദ്ദേഹത്തിൻ്റെ ഗുരു ഭഗവാൻ നിത്യാനന്ദയാണ് ധ്യാനിച്ചത്. ഓക്കെ, അതിന് അദ്ദേഹത്തിന് കിട്ടി, അതിൻ്റെ ഫലം അദ്ദേഹത്തിന് കിട്ടി. ഗുരുവിൻ്റെ അനുഗ്രഹം, ഗുരുവിൻ്റെ കടാക്ഷം കിട്ടിയാൽ, ഗുരുവിൻ്റെ ഒരു ദീക്ഷ കിട്ടിയാൽ അത് ഈ ജന്മത്തേക്ക് മാത്രമല്ല വരുന്ന ജന്മങ്ങളിലെല്ലാം കൂടെ തുടരും എന്നാണ് പറയുന്നത്. അതൊന്ന്. പിന്നെ നമ്മൾ എതിനെ മെഡിറ്റേറ്റ് ചെയ്യുന്നോ നമ്മൾ അതായിട്ടാകും. അതാണ് അൾട്ടിമേറ്റ് പവർ അല്ലെങ്കിൽ സുപ്രീം എന്ന് പറയുന്ന ലോർഡ് ശിവായിനെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യൂ. അപ്പം ഇപ്പം ചിലർക്ക് തോന്നും ഞാൻ കൃഷ്ണനെയാണല്ലോ ഉപാസിക്കുന്നത്, ഞാൻ ദേവിയാണല്ലോ ഉപാസിക്കുന്നത്, അപ്പം ഞാനെങ്ങനെ ശിവനെ മെഡിറ്റേറ്റ് ചെയ്യും? അത് അവരവരുടെ ഇഷ്ടം. പൊതുവേ പറഞ്ഞ ഒരു ചൊല്ലാണ് അൾട്ടിമേറ്റായിട്ട് വെച്ചാൽ ഒടുക്കം. അതായത് വേറെ ആരെയൊക്കെ തൊഴുതാലും ഒടുക്കം നമ്മളുടെ
നമ്മളുടെ മനസ്സിനെ കൊണ്ട് ചെല്ലുന്നത് ശിവൻ്റെ പുറത്തായിരിക്കും. അതാണ് ആദിയോഗി, ആദിശിവൻ. അപ്പോൾ ആദിശിവനെ നമ്മൾ ധ്യാനിക്കുമ്പം ആ ശിവനായിട്ട് തന്നെ നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. ഈ ശിവനായിട്ട് മാറുമെന്ന് വെച്ചാൽ അപ്പോൾ എത്ര ശിവന്മാരിവിടെ വേണം അങ്ങനല്ല ചോദിക്കുന്നത്, അതല്ല അർത്ഥം. അതിൻ്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ നമ്മളുടെ സുപ്പീരിയർ പവർ ഉണ്ടല്ലോ, ആ പവറിന് ഈ ബന്ധം, അങ്ങനത്തെ ദേഷ്യം, കുശുമ്പ്, കുന്നായ്മ, അങ്ങനത്തെ താഴ്ന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഓർഡിനറി ആളുകൾക്ക് ഉള്ള സ്വഭാവങ്ങളൊന്നുമില്ല, അതിന് മീതെയാണ് അവർ. അപ്പം നമ്മളും ശിവനാകുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മളുടെ മനസ്സിനെ എത്രയ്ക്ക് പ്യൂരിഫൈ ചെയ്യുന്നോ, ശുദ്ധപ്പെടുത്തുന്നോ, അത്രയ്ക്ക് നമ്മൾ ആ ശിവൻ്റെ ലെവലിലേക്ക് ഉയരും. അതാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യനും ദൈവമാകാം. മനുഷ്യൻ എപ്പം ദൈവമാകും? മനുഷ്യൻ്റെ വേണ്ടാത്ത ചിന്തയും വേണ്ടാത്ത നെഗറ്റിവിറ്റി എല്ലാം കളഞ്ഞിട്ട് വലിയ ഒരു മഹോന്നത രീതിയിൽ എത്തുമ്പം, ആ തളത്തിലെത്തുമ്പം നമുക്കും ദൈവത്തിനും വ്യത്യാസമില്ല. അപ്പം അങ്ങനെയാണ് മനുഷ്യനും ദൈവമാകാം. അപ്പം നീ ശിവനെ വിചാരിച്ച് പൂജിച്ചാൽ എന്ന് വെച്ചാൽ മെഡിറ്റേറ്റ് ചെയ്താൽ നീയേ ശിവനാകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇതിന് 1-2 ലൈറ്റായിട്ടുള്ള എക്സാമ്പിൾ തരുന്നുണ്ട് മുക്താനന്ദ. അതായത് ഒരു പയ്യൻ മുക്താനന്ദ അടുത്ത് വന്നിട്ട് ഒരേ കരച്ചിൽ, സ്വാമി ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു, പക്ഷേ ആ പെണ്ണ് എന്നെ കളഞ്ഞിട്ട് വേറൊരുത്തനെ കല്യാണം കഴിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പം മുക്താനന്ദ പറഞ്ഞു, ആ പെണ്ണ് വേറെ കല്യാണം കഴിച്ചല്ലോ, അപ്പം നിനക്കെന്താ കുഴപ്പം? നീ വേറെ ഒരു പെണ്ണിനെ കല്യാണം അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞെന്ന്. അപ്പം ആ പയ്യൻ പറഞ്ഞെന്ന്, എനിക്ക് അവളെ മറക്കാൻ വയ്യ, എനിക്ക് കണ്ണടച്ചാലും കണ്ണ് തുറന്നിരുന്നാലും ആ പെണ്ണിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്, എനിക്ക് മറക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് വേറൊരു കല്യാണത്തിന് ഞാൻ ഒരുങ്ങാത്തത് എന്ന് പറയുന്നു. എനിക്കിപ്പോൾ ആ പെണ്ണിനെ മറക്കണം, അതിനുള്ള ഒരു വഴി പറയൂ എന്നാണ് മുക്താനന്ദയെ തേടി വന്നത്. അപ്പം മുക്താനന്ദ പറയുന്നത് ഇത് തന്നെയാണ് മെഡിറ്റേഷൻ. കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും ഏത് ഒരു ബിംബം, ഏത് ഒരു വിഷൻ, ആരുടെ മുഖം, ഏത് ഭാവം നിങ്ങൾക്ക് മനസ്സിൽ വരുന്നോ അപ്പോഴാണ് നിങ്ങൾ ശരിക്കും മെഡിറ്റേഷൻ ചെയ്യുന്നതെന്ന് അർത്ഥം. ഇതിൻ്റെ അർത്ഥമാണ് മെഡിറ്റേഷൻ. അതാണ് നേരത്തെ 2-3 ചാപ്റ്ററിന് മുമ്പേയും പറഞ്ഞത്. മുക്താനന്ദ പറഞ്ഞിട്ടുണ്ട്, എടോ നിങ്ങൾ ദിവസവേ പല പ്രാവശ്യം മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളിൽ നിങ്ങൾ വൺ പോയിൻറ്റഡ് അറ്റൻഷനായിട്ടിരുന്നാൽ അതാണ് മെഡിറ്റേഷൻ. അപ്പം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വളരെ ദൂരത്തിലുള്ള ഒരു സംഭവമല്ല, നിങ്ങൾ എല്ലാ ദിവസവും എവരിഡേ ലൈഫിലേ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൾക്കാരെല്ലാം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നത് എന്തിനാണ്? എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ വയ്യ, എല്ലാവർക്കും മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണല്ലോ ആശ്രമത്തിൽ ഈ സിദ്ധന്മാരെ തേടി പോകുന്നത്. അങ്ങനെ മുക്താനന്ദ അടുത്ത് ഒരുപാട് പേര് വരുന്നവരെല്ലാം എന്തുവാ പറയുന്നത്? എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കണ്ണടച്ചാൽ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഓഫീസിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും ലോഹ ബന്ധങ്ങളിലുള്ള സാധനങ്ങളൊക്കെയാണ് എനിക്ക് കണ്ണിൽ കാഴ്ചയായിട്ട് വരുന്നത്. അതായത് എനിക്ക് കണ്ണടച്ചാൽ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒട്ടുമൊത്തം ആൾക്കാരുടെയും കംപ്ലൈൻറ്റ്. പക്ഷേ അദ്ദേഹം എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, അതൊക്കെയാണ് നിങ്ങളുടെ മെഡിറ്റേഷൻ. പിന്നെ മെഡിറ്റേഷൻ സീരിയസ് ആയിട്ട് ഒരു സാധകൻ എന്നുള്ള നിലയിൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണ്ണിക്കുക, കുളിക്കുക, ഒരേ ഡയറക്ഷനിൽ ഒരേ സ്ഥലത്ത് ഏകദേശം ഒരേ തുണി ഉടുത്ത് എന്ന് വെച്ചാൽ ഒരു 2-3 ഡ്രസ്സ് അതിൽ നിന്ന് മാറ്റി വെച്ച് ആ തുണി തന്നെ ദിവസവും നനച്ച് ഇട്ട് ഉടുത്ത് ആ മെഡിറ്റേഷനിൽ ഇരുന്ന് കണ്ണടച്ച് ഏതെങ്കിലും ഒരു സാധനത്തിനെ വിചാരിച്ച് നമ്മൾ കണ്ണടച്ചിരിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഓഫീസിലെ കാര്യങ്ങൾ തിരിച്ചും വരുന്നെങ്കിലേ ഓഫീസിൻ്റെ ഓർമ്മ കണ്ണിൽ വരുവാണെങ്കിൽ അതും നിങ്ങൾക്ക് ഒരു മെഡിറ്റേഷനാണ്. അത് മെഡിറ്റേഷൻ്റെ തുടക്ക നിലയാണ്
എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് മുക്താനന്ദയ്ക്ക് കണ്ണടച്ചാൽ വരുന്ന കാഴ്ച എന്തുവാ, വിഷൻ എന്തുവാന്ന് വെച്ചാൽ ഗുരുവാണ്. എന്താ വെച്ചാൽ മുക്താനന്ദ മുഴുക്കെ അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ മാത്രമാണ് വിചാരിച്ച് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഗുരുവിൻ്റെ പുറത്ത് അത്രയ്ക്ക് ഭക്തിയും സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇദ്ദേഹം എന്തുവാ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സാധനത്തിനെ വിചാരിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് അതിൻ്റെ വൈബ്രേഷൻ നമ്മുടെ മനസ്സിലും നെഞ്ചത്തും കിടന്ന് തുടിക്കുമ്പം ബാക്കി ആ ഓബ്ജക്റ്റിനെ നമ്മൾ മറന്നു കളയും. അതായത് ഇപ്പോൾ ഒരു ഗുരുവിനെ നമ്മുടെ ഗുരുവിനെ വിചാരിച്ച് മെഡിറ്റേറ്റ് ചെയ്താൽ നമ്മളും ഗുരുവായിട്ട് മാറും എന്ന് വെച്ചാൽ ഉടനെ 10 പേരെ ശിഷ്യന്മാരെ വിളിച്ച് വെച്ച് ബോധിക്കാൻ തുടങ്ങാൻ അതല്ല. ആ ഗുരുവിന് എത്ര നല്ല സ്വഭാവങ്ങളുണ്ടോ അതുപോലെ നമ്മളും മാറും, അതാണ് അർത്ഥം. അപ്പം മുക്താനന്ദയെ സംബന്ധിച്ചവർ മുക്താനന്ദയുടെ ഗുരുവിനെ ധ്യാനിച്ച് കണ്ണടച്ചാൽ ഗുരുവിൻ്റെ മുഖമാണ് വരുന്നത് എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾ ഏത് സാധനത്തിനെ വിചാരിച്ചാലും മെഡിറ്റേറ്റ് ചെയ്യുമ്പം അതായിട്ട് തന്നെ നിങ്ങൾ മാറും എന്ന് വെച്ചാൽ അതിൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് നല്ല ഒരു കാര്യത്തിനെ മനസ്സിൽ വിചാരിച്ച് വേണം മെഡിറ്റേഷൻ തുടങ്ങാൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതിൽ എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ആനാപാനാണ് ഞാനും ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ കോളേജിൽ പഠിച്ചപ്പോഴാണ് എൻ്റെ ഒരു ഗുരു വന്ന് ഒരു മന്ത്രമൊക്കെ പറഞ്ഞത്. അത് കുറേ നാൾ പറഞ്ഞു, പിന്നെ അങ്ങ് വിട്ടു. അപ്പോൾ ഇപ്പം സീരിയസ് ആയിട്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഈ സ്പിരിച്വൽ ലൈഫിൽ ഇറങ്ങിയപ്പോഴാണ് ഈ ആനാപാനസതി തുടങ്ങിയത്. അപ്പം കുറേ നേരം നമ്മൾ ഇങ്ങനെ കണ്ണടച്ച് ഈ ശ്വാസത്തിനെ, ഈ നാച്ചുറലായിട്ട് വരുന്ന ശ്വാസത്തിനെ നിരീക്ഷിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ ഞാൻ സോഹം പറയും. ഇന്നലത്തെ വീഡിയോയിൽ കണ്ട പോലെ സോഹം അത് പറയാം. അല്ലെങ്കിൽ 1 2 3 4 5 6 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വളരെ ഇതായിട്ടുണ്ടെങ്കിൽ 100 99 98 97, അതായത് ശ്രദ്ധ മാറാതിരിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പം ഞാനിങ്ങനെ എൻ്റെ ശ്വാസത്തിനെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴുണ്ടല്ലോ കുറേശ്ശെ ആ ശ്വാസത്തിൻ്റെ ലെങ്ത്ത് കുറയും. അത് ഞാൻ നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് കുറയും. ലെങ്ത്ത് കുറയുന്നത് മാത്രമല്ല, കുറേ നേരം ഇരുന്നാൽ 5-10 നിമിഷം ഇരുന്നാലൊന്നും അതൊന്നും നടക്കത്തില്ല. 1 മണിക്കൂർ കുറഞ്ഞതിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പം നമ്മൾ ഈ ശ്വാസം ഉണ്ടോയെന്നേ അറിയത്തില്ല. ശ്വാസം എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ട് ആ ജീവൻ ഉണ്ട് എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി ഒരു ചെറിയ ഇതായിട്ടാണ് ആ ശ്വാസം പോകുന്നതും വരുന്നതും. അത് നല്ല ഒരു അനുഭവമാണ്. അപ്പോൾ നമ്മൾ ഏതിനെ വിചാരിക്കുന്നോ അതിൽ തന്നെ ലയിച്ചിരുന്നാൽ മതി, നമുക്ക് മെഡിറ്റേഷൻ കൈകൂടും എന്നാണ് പറയുന്നത്. അപ്പം മെയിനായിട്ട് ബീറ്റ ലെവലിൽ നമ്മൾ ആൽഫ ലെവലിലോട്ട് വരിക, അതാണ് മെഡിറ്റേഷൻ. അപ്പം ഇത്രയാണ് സ്വാമി മുക്താനന്ദ 7ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. നിങ്ങൾ ഏതിനെ വേണമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുവിനെ വിചാരിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയും. അടുത്തത് 8ാമത്തെ ചാപ്റ്റർ. 8ാമത്തെ ചാപ്റ്റർ എന്തുവാണോ? മൈൻഡ്, ദ മൈൻഡ്. ഇപ്പം മനസ്സ്. അപ്പം ഈ മൈൻഡിനെ കുറിച്ച് ഞാൻ തന്നെ ഒരു 5 വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. 5 വീഡിയോയിൽ നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ വീണ്ടും അത് പോയി കേട്ട് നോക്കുക. അപ്പം മൈൻഡിനെ കുറിച്ച് നമുക്കിപ്പം നല്ല ഒരു ധാരണ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തുവാ? മൈൻഡിനെ നമുക്ക് അടക്കാനൊക്കത്തില്ല. അങ്ങേ അറ്റം മെഡിറ്റേഷൻ ചെയ്യുന്ന ആളിനും വിചാരങ്ങൾ വരുന്നുണ്ട്, മനസ്സിലെ വിചാരങ്ങൾ വരുന്നുണ്ട്. വിശ്വാമിത്രനെ മയക്കിയെടുത്ത വിശ്വാമിത്രനെക്കാട്ടിലും നമ്മളൊന്നും വലിയ ആളല്ല, ഇല്ലയോ? അപ്പം അങ്ങനത്തെ ആളിന് തന്നെ, അങ്ങനത്തെ ഒരു ഋഷിക്ക് തന്നെ ഇങ്ങനെ ഒരു ചഞ്ചലം വരുമ്പം നമ്മളൊക്കെ ഏത് മൂലയ്ക്കാണ്? എന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നതേ തെറ്റാ, മെഡിറ്റേഷന് വേണ്ടി ഇരുന്ന് കൊടുക്കുക. അപ്പോൾ മൈൻഡിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ആവശ്യത്തിന് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ സ്വാമി മുക്താനന്ദ പറയുന്ന ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. അപ്പം
ഇദ്ദേഹം പറയുന്നത് മൈൻഡിനെ നിങ്ങൾക്ക് അടക്കാൻ ഒത്തില്ലെങ്കിലും നിങ്ങൾക്ക് മൈൻഡില്ലാതെ ഒരു വകയും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മൈൻഡിനെ തള്ളിക്കളയരുത്. അല്ലെങ്കിൽ മൈൻഡ് നമുക്കൊരു തൊന്തറവാണ്, ഡിസ്റ്റർബൻസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് സത്യമാണ്. ഇപ്പം മനസ്സ് എന്നൊന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അമ്മയും അച്ഛനെയും തിരിച്ചറിയുന്നത്. ഇപ്പോൾ കോമയിൽ ഒരാൾ കിടക്കുന്നു, മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല. അമ്മയും അച്ഛനെയും തിരിച്ചറിയാൻ പറ്റുമോ? അതിന് ഭാര്യയും മക്കളെയും തിരിച്ചറിയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം മൈൻഡ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ മൈൻഡ് തന്നെയാണ് നമുക്ക് ഒരു തൊന്തറവായിട്ടിരിക്കുന്നത്. എങ്ങനെ? ഈ മുക്തി കിട്ടാൻ വലിയ ഒരു തൊന്തറവാണ് ഈ മൈൻഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മൈൻഡ് ഇസ് ഇറ്റ് എ ടൂൾ. ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ കൂട്ട് നമ്മൾ മൈൻഡിനെ ഉപയോഗിക്കാവോ? ഉപയോഗിക്കണം. നമ്മൾ മൈൻഡിനെ അങ്ങനെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് വേണം നമ്മൾ മുക്തി നേടാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം മൈൻഡ് വേണം. മൈൻഡാണ് നമുക്ക് ഡിസ്റ്റർബൻസ്. അതേ മൈൻഡിനെ നമ്മൾ എത്ര ബുദ്ധിപൂർവം പ്രയോഗിച്ച് അതിനെ ഒരു ടൂളാക്കി നമുക്ക് മുക്തി നേടുന്നോ അത്രയ്ക്ക് നമുക്ക് നല്ലത്. അതുകൊണ്ട് അങ്ങനെ മൈൻഡിനെ തള്ളിക്കളയരുത് എന്നാണ് പറയുന്നത്. മൈൻഡ് എന്ന് തന്നെയാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആലോചിച്ച് നോക്കണം. അപ്പം ഈ നമ്മുടെ സ്വാമി മുക്താനന്ദയെ കാണാൻ ഒരു വലിയൊരു അരിസ്റ്റോക്രാറ്റ് വന്നു. അരിസ്റ്റോക്രാറ്റ് എന്ന് വെച്ചാൽ ഈ വലിയ ഒരു ബിസിനസ്മാൻ, ഭയങ്കര പൈസ ഉള്ള ഒരു പാർട്ടി. അദ്ദേഹം വന്നിട്ട് പറയുവാണ്, എനിക്ക് സമാധാനമില്ല, എനിക്ക് ഉറക്കമില്ല, എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറയുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ, ഈ മൈൻഡ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ വേറൊരു വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് മുക്താനന്ദയെ കാണാൻ വന്നു. അദ്ദേഹം അദ്ദേഹത്തിന് മൈൻഡ് വർക്ക് ചെയ്യാതെ പോയി. അതായത് കോമ സ്റ്റേജിലായിപ്പോയി. അദ്ദേഹത്തിനാണെങ്കിൽ ഇന്ത്യയിലും പുറത്തും ഒരുപാട് ബിസിനസ്സുള്ള ആളാണ്. എത്രയോ കോടികളുടെ ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മൈൻഡ് വർക്ക് ചെയ്യാതെ പോയി. അപ്പോൾ മൈൻഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. നീ എത്ര കോടികൾ സമ്പാദിച്ച് വെച്ചിട്ടും കാര്യമില്ല. അപ്പം ഈ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റോ അരിസ്റ്റോക്രാറ്റോ ആരാണെങ്കിലും ശരി, അല്ല ഒന്നും അറിയാൻ വയ്യാത്ത പഠിപ്പറിവില്ലാത്ത സാധാരണ വെറും ഒരാളാണെങ്കിലും ശരി, നമുക്ക് മൈൻഡിനെ തള്ളിക്കളയരുത്. നമുക്ക് മൈൻഡ് വേണം. മൈൻഡ് വർക്ക് ചെയ്തില്ല, നമ്മൾ കോമ സ്റ്റേജിലായിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തിനെ അല്ല നമ്മളെ നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് മൈൻഡിന് അതിനുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തേ പറ്റൂ. അപ്പോൾ അതിനെ തള്ളിക്കളയരുത് എന്നാണ് മുക്താനന്ദ പറയുന്നത്. സോ ഇത് പറയുന്നത്, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ മൈൻഡ്. അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ അതിനെ താത്ത് കാണരുത്, കുറവായിട്ട് കാണരുത്. നിങ്ങൾക്ക് വരുന്ന വിചാരങ്ങളെയൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യും, തോട്ട്സിനെ കൺട്രോൾ ചെയ്യും. അതാണ് നമുക്ക് വേണ്ടിയത് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ മൈൻഡ് വെച്ചാണല്ലോ നമ്മൾ എല്ലാ കാര്യവും ചെയ്യുന്നത്. ഇപ്പം ഒരു മ്യൂസീഷ്യനാകുന്നു, പാട്ട് പാടുന്നു, ഒരു ലീഡറാകുന്നു, ഒരു രാജ്യത്തിൻ്റെ ലീഡറാകുന്നു, നമ്മൾ പഠിക്കുന്നു, ഒരുപാട് ഡിഗ്രീസ് വാങ്ങിച്ച് കൂട്ടുന്നു, അല്ലെങ്കിൽ മൈൻഡിനെ ഉപയോഗിച്ച് പഠിക്കാതെ ഒന്നും ചെയ്യാതെ തന്നെ ധ്യാനത്തിലോടുകൂടിയിരുന്ന് നമുക്ക് സമാധി സ്റ്റേറ്റ് കിട്ടുന്നു. ഇതെല്ലാം ലോകത്ത് സാധിച്ചെടുക്കണമെങ്കിൽ നമുക്ക് മൈൻഡ് വേണം. മൈൻഡില്ലെങ്കിൽ ഒന്നുമില്ല. അതാണ് പറയുന്നത്, ഈ കോമ സ്റ്റേജിൽ കിടക്കുന്ന ആളിനെ എന്തു പറയും? വെജിറ്റബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റോ ഒരു ബീൻസോ കിടക്കുന്ന രീതിയിലാണ്. അതിന് ദൈവത്തിനെ കാണണമെന്നോ അല്ലെങ്കിൽ അതിന് അമ്മയച്ഛനോ ഉണ്ടെന്നോ ബന്ധങ്ങളുണ്ടെന്നോ പറയാനൊക്കുമോ? അതാണ് ആ മൈൻഡിൻ്റെ പ്രാധാന്യം. സോ എങ്ങനെ മൈൻഡിനെ ഉപയോഗിച്ച് തന്നെ മൈൻഡിനെ ജയിക്കാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഈ ചിത്ശക്തിയെ നമ്മൾ ധ്യാനിച്ചാൽ മതി. നമ്മളുടെ മൈൻഡിനെ ആത്മാവിലോട്ട് ലയിക്കാനുള്ള
ശക്തി നമുക്ക് കിട്ടും. അതാണ് പറയുന്നത്. നമ്മളുടെ ഈ ലോകത്തിലെ ജീവിതവും മറ്റേ അതായത് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചേ പിന്നീടും ഉള്ള വേറെ പല ലോകത്തും നമ്മൾ പോയി ജീവിക്കണമല്ലോ. അവിടെയും എവിടെ പോയാലും ഈ ചിത് ശക്തി, അതായത് കുണ്ടലിനി ശക്തിയെ നമ്മൾ ധ്യാനിച്ചാൽ മതി, നമുക്ക് എല്ലാ നന്മകളും നേടിത്തരും, നമുക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത്. പിന്നെ ഈ മന്ത്ര ഉപാസനയെക്കുറിച്ച് ഒരു ചെറിയ കാര്യം പറയുന്നുണ്ട്. അതായത് ഈ മന്ത്രങ്ങളിനെ ഉരുവിട്ട് അതിലോട്ടങ്ങ് ലയിക്കുക, മനസ്സിനെ അങ്ങോട്ട് ലയിപ്പിക്കുക. അങ്ങനെ അപ്പം ഒരു ബ്രാഹ്മൺ പയ്യൻ മുക്താനന്ദയെ കാണാൻ വന്നു. അങ്ങേർക്ക് ആ പയ്യന്, കൊച്ചു പയ്യൻ, ആ പയ്യന് ഒരു മന്ത്രം കിട്ടിയിട്ടുണ്ട്. അപ്പം ആ മന്ത്രത്തിനെ ജപിച്ച് ഒരുപാട് മെഡിറ്റേഷനിൽ മുന്നോട്ട് വന്നു. അപ്പം അതുകൊണ്ട് ഈ മന്ത്രം എന്ന് പറയുന്നത് ഒരു ദേവതയെ കുറിക്കുന്നതാണ്. ഇപ്പം ഗായത്രി മന്ത്രം, ഗായത്രി ദേവതയെ വെച്ചാണ് നമ്മൾ തൊഴുന്നത്, ഇല്ലയോ? 5 തലയുള്ള ഗായത്രി ദേവിയാണ് ഗായത്രി മന്ത്രം എന്ന് പറയുന്നത്. അതിനൊരു ഡേറ്റി ഉണ്ട്. അപ്പോൾ എല്ലാ ഗായത്രി ശ്ലോകങ്ങൾക്കും മന്ത്രങ്ങൾക്കും ഒരു ദൈവം ഉണ്ട്. അപ്പം ഇവന് കിട്ടിയ ആ മന്ത്രത്തിൻ്റെ ആ ഡേറ്റിയെ വെച്ച് അവൻ ആ മന്ത്രം ചൊല്ല ആ ഡേറ്റ് അവന് പ്രത്യക്ഷമായി. അവൻ്റെ ഉള്ളിലും പുറത്തും ആ ഡേറ്റിയുടെ അനുഗ്രഹം അവന് കിട്ടി. ഓക്കെ, അങ്ങനെ കിട്ടിയപ്പം അവന് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്, അതായത് ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അവന് മുൻകൂട്ടിയെ അറിയും. എന്താ വെച്ചാൽ അവൻ ആ മന്ത്രത്തിനെയാണ്, ആ ഡേറ്റിയാണ് മെഡിറ്റേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് പാസ്റ്റ് ലൈഫും അറിയാം, ഫ്യൂച്ചറും അറിയാം മെഡിറ്റേഷനിൽ, ഇല്ല? മെഡിറ്റേഷനിൽ നമ്മൾ കുറേ നാൾ ഇരുന്നാൽ അപ്പം ഒരു ദിവസം ഈ ഡേറ്റി, പിന്നെ അതുമാത്രമല്ല ഈ മന്ത്രങ്ങളെല്ലാം പറയുമ്പോഴേ നമ്മൾ ഈ സ്പിരിച്വൽ ലൈനിൽ വരുന്നു, ഈ ഈ വീഡിയോകളെല്ലാം കാണുന്നു, കേൾക്കുന്നു, നമ്മൾ അതിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് അറിയുമ്പോഴേ മേളിൽ ഒരുപാട് സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്. സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് വെച്ചാൽ ഈ മഹാന്കളെല്ലാം മേളിൽ പോയിരുന്ന് അവരും അവിടെ ധ്യാനമാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സ്പിരിറ്റ് ഗൈഡ്സ് നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും സദാസർവകാലവും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ സ്പിരിച്വൽ ലൈനിലാണോ വരുന്നത്, സ്പിരിച്വൽ ലൈനിൽ വരുന്നു എന്ന് അറിഞ്ഞാലേ അവർ നമ്മളെ സഹായിക്കാൻ തുടങ്ങും. ചെറിയ കാര്യങ്ങൾ, അതൊക്കെയാണ് വലുതായിട്ട് പോകുമ്പോൾ ഈ സിദ്ധികളായിട്ട് മാറുന്നത്. അപ്പം ചെറിയ കാര്യത്തിലൊക്കെ നമ്മളെ സഹായിച്ച് നമ്മളെ നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുപോകും. അവർക്കെല്ലാം ഇഷ്ടം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഈ മെഡിറ്റേഷൻ ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. എന്നുവെച്ചാൽ മെഡിറ്റേഷൻ ചെയ്താലേ നമുക്ക് മുക്തി കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഈ ബ്രാഹ്മൺ പയ്യൻ്റെ ഡേറ്റി അവൻ്റെ മെഡിറ്റേഷനിൽ വന്ന് പറഞ്ഞു, അവൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം മെഡിറ്റേഷനിൽ അവൻ്റെ ഡേറ്റ് വന്ന് പറഞ്ഞു, നിനക്ക് ഒരു കാർ ആക്സിഡൻ്റ് ആകും, നിൻ്റെ വലത് കൈ മുറിയും, നിനക്ക് ഈ പ്രാവശ്യം പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് വന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇത് അവൻ്റെ അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും പറഞ്ഞു. അതായത് സ്വാമി മുക്താനന്ദയുടെ ആശ്രമത്തിലേക്ക് ഈ ബ്രാഹ്മൺ പയ്യൻ അവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണല്ലോ മക്കളെയും കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പയ്യന് അതിനെ കയറി പിടിച്ചു, മെഡിറ്റേഷനിൽ കയറി പിടിച്ചു. അങ്ങനെ അവൻ നല്ല സ്പീഡിൽ മുന്നേറിക്കൊണ്ട് വരിക. അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞത്, അവൻ്റെ ഡേറ്റ് വന്ന് പറഞ്ഞത്. അപ്പോൾ അത് അവൻ്റെ അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും പറഞ്ഞു. അപ്പോൾ അവരുടെ അമ്മയും അച്ഛനും അതിനെ തള്ളിക്കളഞ്ഞു. പോടാ, നിനക്ക് പഠിക്കാൻ വയ്യ, ഇപ്പോൾ പരീക്ഷ എടുക്കുന്ന തോറും നിനക്ക് പഠിക്കാൻ വയ്യ, മടി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പറയുന്നത്, പോടാ എന്ന് പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞു. അതേപോലെ ഡേറ്റ് പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് 3 ദിവസത്തിന് മുമ്പേ അവനൊരു ചെറിയ കാർ ആക്സിഡൻ്റായി, വലത് കൈയിൽ ഫ്രാക്ചറായി, അവനെ കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് മെഡിറ്റേഷനിൽ കൂടെ നമ്മളുടെ പാസ്റ്റും അറിയാൻ പറ്റും, ഫ്യൂച്ചറും അറിയാൻ പറ്റും.
ആ ആ, അത് അങ്ങനെ നമുക്കും ഒരു എൻ്റെ ഗുരു യോഗീസ് രാജ സാറ് വാരാഹി എന്നുള്ള ഒരു ദൈവത്തിൻ്റെ മന്ത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വാരാഹിയുടെ മന്ത്രം എന്ന് പറയുന്നത് പകല് വാരാഹിയെ കാണാൻ ഒരു മന്ത്രവും, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിൽ വാരാഹി വരണമെങ്കിൽ അതിന് വേറൊരു മന്ത്രവും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് 48 ദിവസം ജപിക്കണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും ചെയ്തു. അപ്പോൾ ഞാൻ വാരാഹിയെ കണ്ടില്ല സ്വപ്നത്തിൽ കാണാനല്ല, പകലാണ്. ഞാൻ എന്താ വിചാരിച്ചെന്നോ, ഞാൻ നല്ല ഉറങ്ങും കിടന്ന് രാത്രി. പകൽ ഉറങ്ങാത്തതുകൊണ്ടേ രാത്രി നല്ല ഉറങ്ങും. അപ്പോൾ രാത്രി എൻ്റെ സ്വപ്നത്തിൽ വാരാഹി വന്നാലും ഞാൻ അത് അറിയണ്ടേ, എനിക്ക് അത് അറിഞ്ഞില്ലെങ്കിൽ ഇത് വാരാഹിയാണെന്ന് എനിക്ക് അറിയാൻ വയ്യാതെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ എന്ന് വിചാരിച്ച് എനിക്ക് സ്വപ്നത്തിൽ വാരാഹി വരണ്ട, ഡേ ടൈമിൽ വന്നാൽ മതി എന്നുള്ള അങ്ങനത്തെ മന്ത്രം എടുത്ത് ഞാൻ ഒരു 48 ദിവസം അത് ഉരുവിട്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് അതിൻ്റെ പുറയിൽ പോയില്ല. അതിനും അതൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഏതെങ്കിലും ഒന്നിൽ പോയി പെട്ടുകഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരുപാട് തീവ്രത കാണിച്ചാൽ തീർച്ചയായിട്ടും വാരാഹി ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ കൂടെ സംസാരിക്കും, നമ്മളെ വഴി നടത്തും ഇതുപോലെയൊക്കെ. പക്ഷേ എനിക്കതിൽ വലിയ താല്പര്യമില്ലെന്ന് വെച്ചാൽ ഒന്നിലും നമ്മൾ പെട്ടുപോകരുത്. നേരെ നമ്മൾ പോകേണ്ട, എന്നെ സംബന്ധിച്ചവരെ എനിക്ക് ശിവനും ശക്തിയുമാണ്. നേരെ കൈലാസം പോയാൽ മതി. അപ്പോൾ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ കൊച്ചിലേ തൊട്ടേ ഉള്ള ആഗ്രഹം. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഒരുപാട് ശ്രമിച്ച് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ വിപസന മെഡിറ്റേഷനിൽ 6ാമത്തെ ദിവസം തൊട്ട് ഈ ഇന്നലെ ഞാൻ പറയണമെന്ന് വിചാരിച്ചു. ഈ ഗൊലുസ് എന്ന് പറയുന്നത് പാദസരമാണ്. ഗൊലുസ് തമിഴിലാണ് അതിനെ ഗൊലുസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പിന്നാണ് ആലോചിച്ചത്, ഞാൻ മലയാള വീഡിയോയിൽ നമ്മൾ ഗൊലുസ് എന്ന് പറഞ്ഞല്ലോ, മിക്കവാറും ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഈ പാദസരത്തിൻ്റെ ശബ്ദമാണ് അത്. അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടത് ലളിതാദേവി തന്നെയാണ്. ലളിതാദേവിയുടെ ഒരു ഇതാണ് വാരാഹി, ഒരു മന്ത്രിണിയാണ് വാരാഹി. അപ്പം വാരാഹിയോ ലളിതാദേവിയോ ആരെങ്കിലും വന്ന് ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിൻ്റെ അടുത്തുണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് ആ പാദസരത്തിൻ്റെ ശബ്ദം കേട്ടത്. അതേപോലെ എനിക്കും എൻ്റെ മനസ്സിൽ ഞാൻ ഇൻറ്റ്യൂഷനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ഇൻറ്റ്യൂഷൻ ഇന്നർ വോയിസ് എന്ന്. ഞാൻ ഇപ്പം അതായത് ജപ്പാനിൽ പോയിട്ട് വന്ന അടുത്ത ദിവസം തൊട്ട് ഒരു ശിവലിംഗ പൂജ തുടങ്ങി. അപ്പം അത് 30-ാം തീയതി തുടങ്ങണം. പക്ഷേ 30-ാം തീയതി ഫുൾ ടൈം ഫ്ലൈറ്റിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അന്ന് തുടങ്ങാൻ പറ്റിയില്ല. അപ്പം അടുത്ത ദിവസം തുടങ്ങാമെന്നോ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഇന്ന് വൈകുന്നേരം തൊട്ട് തുടങ്ങിക്കോണം, തിങ്കളാഴ്ചയില്ല, നല്ല ദിവസമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പക്ഷേ ഫ്ലൈറ്റിലിരിക്കുമ്പോഴും തന്നെ ലളിതാ സഹസ്രനാമം വായിച്ചു, ശിവാഷ്ടോത്രം പറഞ്ഞു, ലിംഗാഷ്ടകം പഠിച്ചു. ഇതൊക്കെ ഈ ബുക്സുകളൊക്കെ എപ്പോഴും എൻ്റെ കയ്യിൽ ഹാൻഡ് ബാഗിലിരിക്കും, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഒരു പ്രാവശ്യം വായിക്കും. അങ്ങനെ ഇത് ഫ്ലൈറ്റിലിരുന്നപ്പോഴും 6 മണിയായപ്പം സമയം വന്നപ്പം ഞാൻ എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പം ഈ അടുത്ത ദിവസം ശരി തിങ്കളാഴ്ചയും തുടങ്ങാമെന്ന് പറഞ്ഞല്ലോ, അന്ന് ഞാൻ വൈകുന്നേരം ശ്രീകണ്ഠേശ്വരം പോയി. അന്ന് രാവിലെ വന്ന് വീടും പൂജാമുറി എല്ലാം തുടച്ച് നീറ്റാക്കി, ഇനി പ്രാവശ്യം നല്ല ശുദ്ധീകരിച്ച് എന്ന് വെച്ചാൽ ഒരു ശിവലിംഗത്തിനെ ഞാൻ കൊണ്ടുവരാൻ പോവുക എന്ന് പറഞ്ഞ് വളരെ നല്ല രീതിയിൽ നീറ്റാക്കിയിട്ട് കുളിച്ചിട്ട് വൈകുന്നേരം ശ്രീകണ്ഠേശ്വരം പോയി. ശ്രീകണ്ഠേശ്വരത്തിൻ്റെ അടുത്ത്, അതായത് പുതിയ ശ്രീകണ്ഠേശ്വരത്ത്, അവിടെ പണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുമായിരുന്നു. അവിടെ രുദ്രം എന്നങ്ങാണ്ട് ഒരു കട ഉണ്ടായിരുന്നു. അവിടെ നിറയെ അവർ രുദ്രാക്ഷ മാലയൊക്കെ വിൽക്കുമായിരുന്നു, ഈ ശിവലിംഗങ്ങളൊക്കെ വെച്ച് ചെയ്യുമായിരുന്നു. ഭാര്യയും ഭർത്താവും കൂടെ ആ കട നടത്തിക്കൊണ്ടിരുന്നു. ഞാനും അവിടെ പോയി ഈ പട്ടുനൂലൊക്കെ വാങ്ങിക്കുമായിരുന്നു. അപ്പം ശിവലിംഗം വാങ്ങിക്കണമെന്ന് തോന്നിയപ്പോഴേ ഞാൻ ആ കടയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ശ്രീകണ്ഠേശ്വരത്ത് പോയി തൊഴുതിട്ട് വന്ന് നോക്കിയപ്പോൾ ആ കടയില്ല. രുദ്രം എന്ന് പറഞ്ഞ് കടയില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങേര് ആ കടയുടെ ഓണർ നേപ്പാളിലൊക്കെ പോയിട്ട് ഇഷ്ടംപോലെ ഈ രുദ്രാക്ഷ മാലയൊക്കെ കൊണ്ടുവരും. അതൊക്കെ ഇവിടെ വിൽക്കുമായിരുന്നു. ആ സ്ത്രീയാണ് കടയിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അവിടെ തീർച്ചയായിട്ടും ശിവലിംഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട്. അങ്ങനെ ശരി അവിടെ പോകാമെന്ന് അപ്പം ഞാൻ ശ്രീകണ്ഠേശ്വരത്ത് ഇങ്ങനെ വലം വന്നപ്പോഴേ എൻ്റെ മനസ്സ് പറഞ്ഞു, നിനക്ക് ഇവിടെ നിനക്ക് ശിവലിംഗം കിട്ടത്തില്ല എന്ന്.
അപ്പോൾ എനിക്ക് ഒരുമാതിരിയായി, എന്തുവായി ഇത്, ഈ അപശകുനമായിട്ട് ഇങ്ങനെ പറയുന്നേ, നമ്മൾ അതിനു വേണ്ടി മെനക്കെട്ടിരിക്കുന്നു, ഇന്ന് എന്തായിരുന്നാലും എനിക്കൊരു ശിവലിംഗം വാങ്ങിച്ചേ പറ്റൂ, ഇന്ന് പൂജ ഒന്ന് തുടങ്ങണം എന്നുവെച്ചാൽ 48 ദിവസം ശിവലിംഗത്തിനെ പൂജിച്ച് വീട്ടിൽ പൂജിച്ചിട്ട് ആ ശിവലിംഗത്തിനെയും കൊണ്ട് തിരുവണ്ണാമലയ്ക്ക് പോയി അവിടെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം പിന്നെ അവർ അഗസ്ത്യമുനി പൂജിച്ച് ഒരു ശിവലിംഗത്തിനെ നമുക്ക് തരും. അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ 2 ശിവലിംഗത്തിനെ അടുത്ത് വെച്ച് പൂജിക്കണം. അപ്പോൾ ശരി ചെയ്യാം. ഇത് 3ാമത്തെ 4ാമത്തെ ബാച്ചാണ്. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ബാച്ചിലൊക്കെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അതിനകത്ത്, അവർ പറഞ്ഞു. പക്ഷേ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം ഇടയിൽ ജപ്പാൻ പോകണം, അപ്പോൾ ആ സമയത്തൊക്കെ കൊണ്ടുവന്ന് തിരുവണ്ണാമലയിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ, അതുകൊണ്ട് വേണ്ട എന്നാണ് വരിക. അപ്പം വന്ന ഉടനെ തന്നെ അത് തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞ്, ഇവിടെ ഞാൻ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുമ്പം പറഞ്ഞാണ്, നിനക്ക് ഇവിടെ ശിവലിംഗം കിട്ടാൻ പോകുന്നില്ല. അതേപോലെ തൊഴുതിട്ട് വെളിയിൽ വന്ന് കട നോക്കിയപ്പോൾ ആ കടയില്ല. അടുത്ത് പോയി ചോദിച്ചപ്പോൾ അവർ പൂട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് വലിയൊരു പ്രയാസമായിപ്പോയി. പക്ഷേ പിന്നാണ് ആലോചിച്ചത്, ഇതല്ലേ നമുക്ക് നമ്മുടെ മനസ്സ് നേരത്തെ പറഞ്ഞ്, ആ ഇന്നർ വോയിസ് നേരത്തെ എനിക്ക് അലേർട്ട് ചെയ്തു നിനക്കിട്ടതിൽ. പിന്നെ വേറെ 1-2 കടകളിലൊക്കെ പോയി ചോദിച്ചിട്ട് വേറെ ഒരു കട എനിക്കറിയാം, അവിടെ പോയി ഈ നവരാത്രിക്ക് കുറേ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കും, മറ്റവർക്കൊക്കെ ലേഡീസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ. ആ കടയിൽ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ശിവലിംഗം, ഒരു നല്ല ഒരു ക്രിസ്റ്റൽ ശിവലിംഗം കൊണ്ടുവന്ന് അന്ന് തന്നെ രാത്രി പൂജിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ഇവിടെ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ചൊക്കെ, ഞാൻ വലിയ ആളാണെന്നൊന്നും ഞാൻ പറയുന്നേ ഇല്ല, ഞാനൊന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ അങ്ങനെ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതിൽ തന്നെ നമുക്ക് നമ്മളെ വഴി നടത്താൻ ഒരു ശക്തി നമ്മളുടെ കൂടെ ഉണ്ട്. അതാണ് ചിത് ശക്തി ഓർ കുണ്ടലിനി ശക്തി. നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മളുടെ ഉള്ളിലുള്ള ശക്തിയാണ് നമ്മൾക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അങ്ങനെ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഞാൻ മലയാളം വീഡിയോസിലേ ഇതൊക്കെ ഞാൻ പറയത്തുള്ളൂ നിങ്ങളുടെ കൂടെ. വേറെ തമിഴിലും ഇംഗ്ലീഷിലൊന്നും ഇതൊന്നും ഞാൻ ഷെയർ ചെയ്യത്തില്ല. എൻ്റെ മിക്കവാറും പേഴ്സണൽ കാര്യങ്ങളൊക്കെ മനസ്സ് തുറന്ന് ഉള്ളു തുറന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ മാത്രമാണ്. ഓക്കെ. അതേപോലെ വേറൊരു കാര്യം, എനിക്കൊക്കെ ഇപ്പം ഈ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് ശബ്ദമിട്ട് സംസാരിച്ചാൽ പോലും തലവേദനയാണ്. ഇന്നലെ മെഡിറ്റേഷൻ ചെയ്തു, നാഡിശുദ്ധി പ്രാണായാമം ഒക്കെ ചെയ്തു, എല്ലാം ചെയ്തിട്ട് അടുക്കളയിൽ കയറിയപ്പം എന്തോ ഒരു ചെറിയ ഇത് എൻ്റെ മോടെ കൂടെ ഞാനും കുറച്ച് ദേഷ്യപ്പെട്ടു. അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് കുറച്ച് സംസാരിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തല അത്രയും വേദന, അങ്ങനെ അകത്ത് ഇങ്ങനെ തുടിക്കുന്ന പോലെ. അതിൻ്റെ അർത്ഥം എന്തുവാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സൈഡ് മെഡിറ്റേഷൻ ചെയ്ത് മനസ്സിനെ കാമാക്കാൻ നോക്കുന്നു, ഇനിയൊരു സൈഡ് നമ്മൾ ദേഷ്യപ്പെടുന്നു. ഇത് രണ്ടും ഒത്തുപോകത്തില്ല. അപ്പം എത്രയ്ക്ക് ഒക്കുമോ അത്രയ്ക്ക് ദേഷ്യപ്പെടാതെ, ശബ്ദമിട്ട് സംസാരിക്കാതെ, അല്ലെങ്കിൽ ഒക്കുന്നെങ്കിൽ സംസാരിക്കാതെ തന്നെ ഇരുന്ന് ശീലിക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ തലവേദന എടുക്കുന്നത് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ദേഹത്ത്. കുറച്ചൊന്ന് ശബ്ദമിട്ട് സംസാരിച്ചാലേ മതി, ഈ 2 സൈഡും ഇങ്ങനെ തുടിക്കും. വൈബ്രേഷനാണ് അകത്ത്. അതായത് നമുക്ക് നമ്മുടെ മനസ്സിനത് ഇഷ്ടപ്പെടുന്നില്ല, നമ്മുടെ ബ്രെയിനത് ശരിയാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഇനിയൊരു കാര്യവും കൂടെ നടന്നു ഈ ബ്രാഹ്മൺ പയ്യന്. അതായത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ, അവൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ, ഫ്രണ്ട്സല്ല ബ്രദേഴ്സിൻ്റെ കൂടെ, ചേട്ടാനിയന്മാരുടെ കൂടെ അവൻ്റെ ഫാം ഹൗസിൽ പോയി ഈ എയർ ഗൺ എടുത്തുകൊണ്ട് പോയി കളിക്കാൻ നോക്കി എന്ന്. അപ്പം രാവിലെ അവൻ പോകുമ്പം തന്നെ അവൻ്റെ ഡേറ്റി, ആ ഡേറ്റി എന്ന് വെച്ചാൽ ദേവത, ആ ദേവത അവൻ്റെ മനസ്സിൽ തോന്നി പറഞ്ഞെന്ന്, നിൻ്റെ ഗണ്ണിന്, ഈ എയർ ഗണ്ണിന് മനുഷ്യൻ്റെ രക്തം കുടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ അതിന് കേട്ടു, ശരി, പക്ഷേ അതിനെ വലുതായിട്ട് അവൻ എടുക്കാതെ പോയി.
രാവിലെ പോയി കളിച്ചു. പിന്നെ വൈകുന്നേരവും കളിച്ചുകൊണ്ടിരുന്നപ്പം കളിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഇവൻ എന്ത് ചെയ്തു, ഈ ഗണ്ണിനെ കതവ് തുറക്കാൻ നോക്കി. അപ്പോൾ കയ്യിൽ ഗണ്ണുണ്ട്. അപ്പോൾ ഇവൻ എന്തോ ചെയ്തു, ആ ഗണ്ണിനെ ഈ 2 തുടയുടെ നടുക്ക്, ഈ കാലിൽ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കത്തില്ലേ, അതുപോലെ ഈ കാലിൻ്റെ നടുക്ക് ആ ഗണ്ണ് വെച്ചിട്ട് ഇവൻ കതവ് തുറന്നു, വീട്ടിൻ്റെ കതവ് തുറന്നു. കതവ് തുറക്കുമ്പോൾ അവൻ്റെ ബ്രദർ അടുത്ത് നിൽപ്പുണ്ട്. ഈ കതവ് തുറക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഗണ്ണ് താഴെ വീഴാൻ പോയി. അപ്പം താഴെ വീഴുമല്ലോ എന്ന് വിചാരിച്ച് അവൻ്റെ ബ്രദർ അതിനെ കയറി പിടിച്ചു. ഈ പിടിക്കാൻ ശ്രമിച്ചപ്പം ട്രിഗറായി ഇവൻ്റെ നെഞ്ചത്ത് തന്നെ ആ തോക്കിൻ്റെ ഗോലി അകത്ത് കയറി ലങ്സ് വരെ അതിനെ തുളച്ചുകൊണ്ട് പോയി. ഉടനെ തിയേറ്ററിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു. അപ്പം ഈ വരും വരാഴിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഒരുപാട് സഹായങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടും, സിഗ്നൽസ് നമുക്ക് കിട്ടും. അതേപോലെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോയിൽ കേട്ടതാണ്, അതായത് എൻ്റെ ഗുരുവിൻ്റെ ക്ലാസ്സിൽ ഗുരു പറഞ്ഞതാണ് എന്ന് തോന്നുന്നു. ഒരു ഹസ്ബൻഡും വൈഫും കൊച്ചും കൂടെ ഒരു സ്ഥലത്ത് ഗുരുവാണ് പറഞ്ഞത്, ഒരു സ്ഥലത്ത് പോകാനായിട്ട് ബസ് സ്റ്റാൻഡിൽ പോയി നിന്നു, ബസ് കയറി പോകാനായിട്ട്. അവർ 10 മണിക്ക് അങ്ങാണ്ട് വന്നതാണ്, 12 ബസ് വന്നില്ല. ശരി, എന്നാൽ പിന്നെ വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് തിരിച്ച് അവർ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് ഇറങ്ങി, അതേ സ്ഥലത്ത് പോകാൻ ഇറങ്ങിയപ്പം അവരുടെ അമ്മയ്ക്ക് കാല് തട്ടി വീഴാൻ പോയി. അതേപോലെ ആ കൊച്ചിനും എന്തോ പരിക്ക് പറ്റി, അതിന് കയ്യോ കാലോ കണ്ട് മുറിഞ്ഞു. എന്നിട്ട് അവർ മൈൻഡ് ചെയ്യാതെ അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് 3 പേരും കൂടെ പോയി ബസ് വന്നു. ബസ്സിൽ പോയി. ബസ് കുറച്ച് ദൂരം പോയപ്പം ആക്സിഡൻ്റായി. ആ അമ്മയും കൊച്ചും മരിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കണേ. അപ്പോൾ ഇതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട് ദൈവം. അത് ദൈവമെന്ന് പറഞ്ഞാലും ശരി, പ്രപഞ്ചമെന്ന് പറഞ്ഞാലും ശരി, എന്തുവാണെങ്കിലും ശരി. പക്ഷേ ഇതൊക്കെ സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഇത് കിട്ടും, ഇത് കിട്ടത്തില്ല, ഇങ്ങനെ അങ്ങനെ ചെയ്യാതെ ഒരുപാട് പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ പറയുമ്പം നമ്മൾ അതിനെ കേൾക്കണം. കേട്ടില്ലെങ്കിലുണ്ടല്ലോ, കുറേ നാൾ കേൾക്കാതിരുന്ന ഈ മനസാക്ഷി, ഈ ഇന്നർ വോയിസ് എന്ന് പറയുന്നത് അങ്ങ് ഉറങ്ങിപ്പോവും. അപ്പം 10 മണിക്ക് പോയ ആൾക്കാർക്ക് 12 വരെ ബസ്സില്ല എന്ന് പറഞ്ഞപ്പോഴേ തിരിച്ച് വന്ന് അതോടെ നിർത്തിയിരിക്കാം. പിന്നെ അവർ പോകാൻ നോക്കിയപ്പോഴാണ് അവർ തട്ടി വീണു, കാല് തട്ടി വീണു, ആ കൊച്ച് തട്ടി വീണു, കൊച്ചിന് പരിക്ക് പറ്റി. എന്നിട്ടും ഇവർ പോയത് കൊണ്ട് അതൊക്കെയാണ് പ്രപഞ്ചം നമ്മളെ അല്ലെങ്കിൽ ദൈവം നമ്മളെ വാൺ ചെയ്യുന്നത്. ഇത് നടക്കാൻ പോകുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, നടന്നേ തീരൂ. അപ്പം നമ്മുടെ ബുദ്ധി വേല ചെയ്യത്തില്ല. അതൊക്കെയാണ് കാര്യങ്ങൾ. എന്നാലും ഞാൻ ജസ്റ്റ് കേട്ടതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുവാണ്. അപ്പം ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ അവനെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു, ആ ഗോലിയൊക്കെ എടുത്തു. അപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ആ ദേവത തിരിച്ചും അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്ന് ഒരുപാട് രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പം അവന് വയ്യെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നാലും ആ രഹസ്യങ്ങൾ മാത്രം അവൻ എഴുതിയെടുത്ത് അവൻ നേരെ ആയപ്പം ദേഹം സ്വസ്ഥമായപ്പം അവന് ഈ ഭഗവാന്റെ അടുത്ത്, സ്വാമി മുക്താനന്ദയുടെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് സീക്രട്സ്, എൻ്റെ ഡേറ്റ് എനിക്ക് പറഞ്ഞു തന്നേ എന്ന്. അതുമാത്രമല്ല, അവന് ലങ്സ് വരെ പോയില്ലയോ. അപ്പം ലങ്സിൽ നിന്നൊക്കെ ഓപ്പറേഷൻ ചെയ്തെടുത്തപ്പം ഭയങ്കര വേദന. അവന് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന കൊച്ചായതുകൊണ്ട് നേരത്തെ ആ ഗോലി അകത്ത് പോയപ്പം പോലും അവൻ പിടിച്ച് നിന്നു. എന്നാലും ഈ ഓപ്പറേഷൻ ചെയ്തപ്പോഴത്തേക്ക് അവന് വേദന സഹിക്കാൻ വയ്യ. അപ്പം ഒരു സെയിൻറ്റ് എന്ന് വെച്ചാൽ വലിയ ഒരു മഹാൻ അവൻ ആ മഹാൻ്റെ കൈ ഇങ്ങനെ അവൻ്റെ നെഞ്ചത്തിൽ ഇങ്ങനെ തടവി കൊടുത്തിട്ട് പോയി. അതോടുകൂടി അവൻ്റെ ആ വേദന അങ്ങ് മാറി. അപ്പം ഇതൊക്കെ എന്തിനാ സ്വാമി മുക്താനന്ദ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതുന്നതെന്ന് വെച്ചാൽ, ഇതൊക്കെ
ശരാശരിയായിട്ട് സാധാരണമായിട്ടുള്ള നമുക്കും സംഭവിക്കാം. അപ്പം നമ്മൾ അങ്ങനത്തെ രീതിയിലുള്ള ജീവിതം നയിച്ചു പോകണം. മെഡിറ്റേഷൻ ചെയ്യണം, ഭക്തി വേണം, മര്യാദ വേണം, മനസ്സിൽ ശുദ്ധത വേണം, വാക്കിലും ശുദ്ധം വേണം, ചെയ്ത്തിലും മനസാ വാച കർമ്മണ നല്ല പ്യൂരിറ്റി, ശുദ്ധം ഉണ്ടെങ്കിൽ നമുക്കും ഇതൊക്കെ സംഭവിക്കാം. അതായത് പല സ്പിരിറ്റ് ഗൈഡ്സിൽ നിന്നും നമുക്ക് ഗൈഡൻസ് കിട്ടും. ഡേറ്റീസ് എല്ലാം വന്ന് നമ്മളെ സഹായിക്കാൻ നോക്കും. പക്ഷേ വേറൊരു കാര്യം, സ്വാമി വിവേകാനന്ദ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ നേച്ചർ, പ്രകൃതി, നേച്ചർ എന്ന് വെച്ചാൽ പ്രകൃതി ശ്രമിക്കുന്നുണ്ട്. ഓൺലി തിങ് ഈസ് നമ്മൾ അതിനെ മനസ്സിലാക്കി എടുക്കാനുള്ള മനോഭാവത്തിലല്ല ഉള്ളത്. അങ്ങനത്തെ മനോഭാവം വേണമെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്താലേ പറ്റൂ. ഓക്കെ, സോ ഇതാണ് ഈ 2 ചാപ്റ്ററിൻ്റെയും സാരാംശം. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് വരെ കൂടുതൽ നമ്മളെ മെഡിറ്റേഷനിലോട്ട് പ്രോത്സാഹിക്കുന്ന സംഗതികളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ മുക്താനന്ദയുടെ മൈ മെത്തേഡ് ഓഫ് മെഡിറ്റേഷൻ കുറച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തത് പാർട്ട് 2 ആണ്. 25 ചാപ്റ്ററും അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ ഞാനിങ്ങനെ കാത്തിരിക്കുവാണ്. അപ്പം നിങ്ങളും ഒരു വീഡിയോയും വിടാതെ നോക്കുക. പിന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളവർ തന്നെ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾ നമ്മളുടെ കൂട്ട് ചിന്താഗതിയുള്ള, അതായത് ഈ ആത്മീയതയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നമ്മളുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർ നന്നാവട്ടെ. എല്ലാവരും വീഡിയോ ഒക്കെ കാണണം, കേൾക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം, നന്നായി വരണം. എല്ലാവർക്കും ഈ ജന്മത്തിൽ തന്നെ മുക്തി കിട്ടണം. അതാണ് ഞാൻ ഇത്രയും സമയം ചെലവിട്ട് ഇത്രയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒറ്റ കാരണം അതാണ്. എല്ലാവരും എത്ര പേരെ നമുക്ക് നമ്മുടെ ലൈനിൽ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും പേരെയും നമ്മുടെ ലൈനിൽ കൊണ്ടുവന്ന് നമ്മൾ ഒന്നിച്ച് പല കാര്യങ്ങൾ ചെയ്ത് എല്ലാവരും ഈ ജന്മത്തിൽ തന്നെ മുക്തി നേടിയെടുക്കണം. അതാണ് എൻ്റെയും ആഗ്രഹവും പ്രാർത്ഥനയും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.